വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജീസസ് സെഡ്, പീസ് ബി വിത്ത് യു. ഇന്ന് ഏവെങ്കിലുമായിട്ട് വായിച്ച വേദഭാഗത്ത് 2 സ്ഥലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു 2 പ്രാവശ്യം പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്? ഒന്നാമതായിട്ട്, തൻ്റെ ക്രൂശ് മരണത്തിനും കബറടക്കത്തിനും ഒക്കെ ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതായുള്ള ദിവസമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. അപ്പോൾ അവരെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായുള്ള അവസ്ഥയാണ്. They had fear, they had anxiety, and they were uncertain about the future. അതെല്ലാം തുറന്നുള്ളതായുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഫിയർ, ആങ്സൈറ്റി, അൺസർട്ടനിറ്റീസ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നതായുള്ള ഏതാനും ഘടകങ്ങളാണ് ഇതെല്ലാം തന്നെ. ഭയമുണ്ട്, ആകുല ചിന്തകളുണ്ട്, എന്താണ് ഇനി ഭാവിയിൽ വരുവാനായിട്ട് പോകുന്നത് എന്ന് നമുക്കറിയാനായിട്ട് പാടില്ല. ഈ 3 അനുഭവങ്ങളിലൂടെ ഈ ശിഷ്യന്മാർ കടന്നു പോകുവാനൊക്കെയാണ് ഇടയായിട്ട് എത്തുന്നത്. എന്തുകൊണ്ടാണ്? ഒന്നാമത്, അവരെ സ്നേഹിക്കുകയും ചെയ്ത അരുമനാഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രണ്ടാമത്, ന്യായവിസ്താരത്തിനായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. മൂന്നാമതായിട്ട്, ജനങ്ങളെ ഇളക്കി വിട്ടു. നാലാമതായിട്ട്, അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. ഇതേ അനുഭവം തന്നെ തങ്ങൾക്കെല്ലാം ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിയതായുള്ള ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിക്കുകയാണ്. റോമ ഗവൺമെൻറ്റിന് ഭയമുണ്ട്. ഇനി എന്തായി തീരും എന്നത് അറിയാനായിട്ട് പാടില്ല. അങ്ങനെ വിഷമിച്ച് പരിഭ്രാന്തരായിട്ടിരിക്കുന്നതായുള്ള സാഹചര്യത്തിലാണ് യേശു അവരുടെ മധ്യത്തിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം യേശു അവരുടെ മധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന അവസരത്തിൽ അവൻ്റെ കൈ ഉയർത്തി അവൻ്റെ ആണിപ്പാടുകൾ അവരെ കാണിച്ചു. ഞാൻ തന്നെയാണ് എന്നത് കർത്താവെ സമർത്ഥിക്കുകയാണ്. യഹൂദന്മാർ ആണിയടിച്ച് കൊന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തനിക്കുണ്ടായതായുള്ള പ്രയാസങ്ങളൊന്നും തന്നെ സഹനത്തിൻ്റെ അപ്പുറത്തായിട്ട് പരാജയത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചില്ല. എല്ലാം സഹിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തു. സഹനം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നതും സഹനം ജീവിതത്തെ തളർത്തി കളയുന്നില്ല എന്നതും കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തോ ഒരു കഷ്ടമെന്ന് നാം പറയുന്നതായുള്ള അനേക രംഗങ്ങളുണ്ട്. കർത്താവ് ഇതൊന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുന്നതായുള്ള അനുഭവങ്ങളുണ്ട്. ഇത് എത്രത്തോളമാണ് എനിക്ക് സഹിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ചോദിക്കുന്നതായുള്ള അവസ്ഥകളുണ്ട്. എന്നാൽ ഇതെല്ലാം സഹിക്കുവാനായിട്ട് നമുക്ക് അവസരം നൽകുന്നതായുള്ള ദൈവം തമ്പുരാൻ തന്നെ ദൈവം നൽകുന്നതായുള്ള അവസരങ്ങളാണ്. അതെല്ലാം നൽകുന്നതായുള്ള അവസരം തന്നെ ഇവയൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭയപ്പെടേണ്ട എന്നത് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആകുലപ്പെടരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവല്ലോ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയ്ക്ക് ആവശ്യമായുള്ളതെല്ലാം സ്വർഗസ്ഥനായുള്ള ദൈവം നൽകുന്നു.
വയലിലെ താമരയെ നോക്കുവിൻ. സലോമോൻ പോലും തൻ്റെ എല്ലാ പ്രതാപത്തിലും അത്രയും സൗന്ദര്യമുള്ളവനായിട്ട് തീരുന്നില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇന്ന് വിടരുന്നതും ഇന്ന് കൊഴിഞ്ഞു പോകുന്നതും ഇന്ന് വാടി അത് ചാമ്പലായിട്ട് തീരുവാനിടയായി തീരുന്നതുമായിട്ടുള്ള ഈ ചെറിയ സസ്യത്തിൻ്റേതായിട്ടുള്ളൊരു പൂവ് അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതിൽ അത് പാഠവും കൂടിയുണ്ട്. അതിനെപ്പോലും കരുതുന്നതായിട്ടുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നമ്മളുടെ ആകുല ചിന്തകളുടെ മധ്യത്തിൽ, നമ്മുടെ ഭയത്തിൻ്റെ മധ്യത്തിൽ ഭാവിയെക്കുറിച്ച് എന്തായിത്തീരുമെന്ന് അറിയാൻ പാടില്ലാത്തതായുള്ള സാഹചര്യങ്ങളെല്ലാം കൂടെ ഇരുന്ന് ശക്തീകരിച്ച് വഴി നടത്തുന്നതായുള്ള ദൈവമാകും. ഈ വലിയ മെഡിക്കൽ കോളേജിൽ ചെയർമാനിൽ ഇല്ലായിട്ടുള്ള ആളുകളെല്ലാം കൊണ്ട് എഴുതിയതായിട്ടൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് മോർ ദാൻ കോൺക്വറേഴ്സ്. വേദപുസ്തകത്തിൻ്റെ വാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ടുള്ളൊരു ഭാഗമാണ്. ഞങ്ങളുടെ ഈ ക്യാൻസർ വന്ന് പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലോ ലുക്കീമിയ വന്നിട്ട് ജീവൻ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള അവസരങ്ങളിലോ ജീവിതത്തിൻ്റെ പരിതാപകരമായുള്ള നിലയിലും ഒക്കെ എത്ര നേരം ഇനി ശ്വാസം വലിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്നതായിട്ടുള്ള അവസരങ്ങളിലോ എല്ലാം ദൈവം നമ്മോട് പറയുകയാണ്, നിൻ്റെ ഈ സഹനത്തിന് നിന്നെ തോൽപ്പിക്കുവാനായിട്ട് കഴിയില്ല. നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, നിത്യജീവനാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. തന്നെ വിശ്വസിക്കുന്നതായുള്ള ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് നിത്യജീവനാണ് ദൈവം നമുക്ക് എല്ലാവർക്കും തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, ഈസ്റ്റർ റിലീസ് ദം ഫ്രം ഓൾ ആങ്സൈറ്റീസ്, ഓൾ ഫിയേഴ്സ്, all uncertainties. Easter released them from being frozen around non-living issues of the past. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, വേണ്ട. He is enabling us to enter into a living relationship because of and around the risen Jesus. നമുക്കൊരു ലിവിങ് റിലേഷൻഷിപ്പ് നൽകുന്നത് മരിച്ചടക്കപ്പെട്ടതായുള്ള ഒരാളുമായിട്ടല്ല, പിന്നെയോ ഉയർത്തെഴുന്നേറ്റതായുള്ള ക്രിസ്തുവുമായിട്ടാണ്. അവൻ്റെ പുനരുദ്ധാന ശക്തിയാണ് നമ്മെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും യേസ് എന്ന് പറയുവാനായിട്ടിടയാകുന്നത്. ഇൻ ഹിം ദർ ഇസ് ഓൺലി യെസ്. അതിന് ഊവ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാർ കണ്ടതായുള്ള അവസ്ഥയിൽ ഒരു വശത്തെ ഭയമായിരുന്നു. യഹൂദന്മാരെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചു എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചു. പ്രയാസ സാഹചര്യം ഉണ്ടാവുകയില്ല എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് കണ്ണീരുണ്ടാകും, നിങ്ങൾക്ക് വേദന ഉണ്ടാകും, സഹിക്കാൻ പാടില്ലാത്തതായുള്ള പീഡകളുണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഭയപ്പെടരുത്. എൻ്റെ കർത്താവ് ഈ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നതായുള്ള ശിഷ്യന്മാരുടെ നടുവിലെ പ്രത്യക്ഷനായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ചഞ്ചലപ്പെട്ടിരിക്കുന്നതായുള്ള നിങ്ങളുടെ ഹൃദയത്തിന്, മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നതായുള്ള നേരത്ത്, ജീവിതം തന്നെ താറുമാറായിരിക്കുന്നതായുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെ? തൻ്റെ ആണിപ്പാടുള്ള കരുത്തോടു കൂടിയാണ് തരുന്നത്. രണ്ടാമതും കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. എന്തിനാണ് കർത്താവ് അങ്ങനെ രണ്ടാമത് പറയുന്നത്? ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ന്യൂ ജനൊക്കെ ചോദിക്കുന്നതായുള്ള ചോദ്യമാണ്, എന്തിനാണ് റെപ്പറ്റീഷൻ? റിപ്പീറ്റ് ചെയ്യുന്നതിൽ പ്രായമുള്ളതായുള്ള ആളുകളായ നമുക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ പുതിയ കുട്ടികളൊക്കെ ചോദിക്കും,
എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? എന്നാൽ ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്. പേർപ്പസ് ഡ്രിവൺ ലൈഫാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാരുടെ നടുവിലായിരിക്കുന്ന അവസരത്തിൽ അവർക്ക് ഒന്നാമത് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ടുള്ള കർത്താവിനെയാണ് രണ്ടാമത്തെ ഭാഗത്തെ കാണാനായിട്ടിടയാവുന്നത്. മാത്രമല്ല, കർത്താവ് അവരെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്ന് മാറി വാതിലടച്ചിരുന്നതായിട്ടുള്ള ശിഷ്യന്മാരെ വാതിൽ തുറന്ന് പുറത്തേക്ക് വിടുകയാണ്. ഈ പെന്തക്കോസ്ത് നാളിൽ ജനങ്ങളെല്ലാം ദേവാലയത്തിൽ കൂടി വന്നതായിട്ടുള്ള അവസരത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നതായിട്ടുള്ള ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ ദാനം ലഭിച്ചു. അവർ ശക്തി പ്രാപിച്ചിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശുവിനെ തന്നെ ദൈവം തമ്പുരാൻ കർത്താവും മശിഹായുമായി തീർത്തിരിക്കുന്നു എന്നത് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. 2-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ. അവരുടെ ശക്തി അവർക്ക് നൽകിയതിന് ശേഷം പറയാണ്, ഐ സെൻഡ് യു ഔട്ട്. പിതാവ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച പോലെ ഞാനും നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. യു ഗോ. യെരുശലേമിൽ, യഹൂദയിൽ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിട്ട് തീരുന്നതിനായിട്ട് അയക്കുകയാണ്. യു ഗോ. ഈ ദേവാലയത്തിൽ നാം എല്ലാവരും വന്നു ചേർന്നിരിക്കുന്ന അവസരത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നു. ആരാധന കഴിയുന്ന അവസരത്തിൽ എല്ലാവരും പോകുവാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് അവസാനത്തെ ആശീർവാദത്തെ പറയുന്നത് സമാധാനത്താലെ പോകുവീൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സമാധാനം കൂടെയുണ്ട്. ആ സമാധാനം ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാണ്ടൊക്കെ അഭിമുഖീകരിക്കുവാണ്ടൊക്കെ നമ്മെ ശക്തീകരിക്കുന്നതായിട്ടുള്ള സമാധാനമാണ് എന്നത് ഓർപ്പിക്കുകയാണ്. Step into the world that gives you fear, anxiety and uncertainties. Step into the world. ഈ ലോകത്തിലേക്ക് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകണം. നിങ്ങൾ ഇവിടെ ഇരിക്കുവാനായിട്ടുള്ളതല്ല, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ടുള്ളത്. അവിടെയാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നത്. അവിടെയാണ് നിങ്ങൾ എൻ്റെ ശക്തി അനുഭവിക്കുന്നത്. അവിടെയാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി ജീവിക്കുവാനൊക്കെ നിങ്ങൾക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത്. നാം വായിക്കുന്നത് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറയുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ മേൽ ഊതുന്നതായുള്ള അവസരത്തിൽ ദൈവികമായുള്ള ഭാവം നമ്മിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. യു ആർ നോ ലോങ്ങർ ദ സെയിം, യു ആർ ഡിഫറെൻറ്റ്. നിങ്ങൾ ഇനിയും ദൈവത്തിനുള്ളവരാണ്. നമ്മുടെ പട്ടംകൊണ്ട ശുശ്രൂഷയിലെ ഈ വേദഭാഗം വായിക്കുന്ന അവസ്ഥയിൽ അവരുടെ മേൽ ഊതുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്. കുരിശിൻ്റെ അടയാളത്തിലാണ് ഊതുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ടാണ് അവരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡ്രസ്സ് കാണും, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൊക്കാലിറ്റി കാണും, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന ആളുടെയൊക്കെ മകനാണ് മകളാണ് എന്നൊക്കെ പറയുന്നതിനൊക്കെ സാധിക്കും. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ആളല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായുള്ള ശുശ്രൂഷ? നമുക്ക് ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായുള്ള ശുശ്രൂഷ ദൈവകൃപയുടെ ശുശ്രൂഷയാണ്, ഗ്രേസിൻ്റെ ശുശ്രൂഷയാണ്. കൃപ ലഭിക്കുക എന്ന് പറയുന്ന അവസരം എന്താണ് അർത്ഥമാക്കുന്നത്? കൃപ ലഭിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ അർഹതയില്ലാത്ത നമ്മളെ അർഹതയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് കൃപ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ ചെയ്യേണ്ടതായുള്ള ശുശ്രൂഷ ഈ കൃപയുടെ ശുശ്രൂഷയാണ്. ലോകം പറയും കൊള്ളുകയില്ല, ലോകം പറയും ഇന്ന ആളെ ഞങ്ങൾക്കറിയാം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും പറ്റുകയില്ല.
എന്നാൽ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ പറയുന്നു, എന്നെ തള്ളി പറഞ്ഞവനും എന്നെ ഒറ്റിക്കൊടുത്തവനും എല്ലാം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് അവർക്ക് കുർബാനയിൽ പങ്കുകൊള്ളുവാനൊക്കെ ആണ് കർത്താവ് അനുവദിച്ചത്. ലാസ്റ്റ് സപ്പർ, അപ്പത്തിൻ്റെ ഭാഗം നൽകുന്നു, ആ വീഞ്ഞിൽ മുക്കുന്നതിനായിട്ട് അനുവദിക്കുന്നു. കൃപ നിറഞ്ഞതായുള്ള ശുശ്രൂഷ ഈ ലോകത്ത് നിർവഹിപ്പാനൊക്കെ ഇടയായിട്ട് തീരണം. ഓരോ ആളുകളെ നോക്കിക്കൊണ്ട് ന്യായവിധിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ ജോലി ഏൽപ്പിച്ചിട്ടില്ല. അത് ന്യായവിധിയെല്ലാം ദൈവത്തിൻ്റേതാണ്. എന്നാൽ നിസ്സാരരെന്ന് നാം പറയുന്നത്, മൂഢരെന്ന് നാം പറയുന്നത്, കൊള്ളുകയില്ല എന്ന് പറയുന്നത് കൊള്ളാവുന്നവരാക്കി തീർക്കുന്ന ദൈവികമായിട്ടുള്ളൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഈ ലോകത്ത് നിറവേറ്റുവാനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. കൊള്ളുകയില്ല എന്ന് പറയുന്നവരെ കൊള്ളാവുന്നവരാക്കി തീർക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ. ഞാൻ അടുത്ത സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാകുന്നു ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശ് എഴുതിയ ആദം വേറെ ആയു, നീ എവിടെയാണ് എന്നുള്ളതായുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഒത്തിരി മാർത്തോമാ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. യൂഹന്നാൻ തിരുമേനിയെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു ഭാഗം 16-ാമത്തെ അധ്യായത്തിൽ, അതിന് അധ്യായങ്ങളൊന്നും കുറിച്ചിട്ടില്ല, എന്നാൽ 16-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള യൂഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത. 10 പേജുകളാണ് യൂഹന്നാൻ തിരുമേനിയെക്കുറിച്ച് പറയുവാനൊക്കെ കൊണ്ട് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സഭയെ നയിക്കുന്നതായുള്ള ഒരു ആചാര്യൻ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കർത്താവായിട്ട് തീരുവാനായിട്ട് ഇടയാവുന്നത് എന്നത് പറയുകയാണ്. എങ്ങനെയാണ് ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കർത്താവായി തീരുവാനിടയാവുന്നത് എന്നത് പറയുകയാണ്. അതായിരുന്നു നമ്മളുടെ യൂഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി. തിരുമേനി പറഞ്ഞു, എനിക്കൊരു ഭവനമുണ്ടാവുന്നത് ഭവനമില്ലാത്തതായുള്ള ഒരാളിനെ ഭവനം നൽകിക്കൊണ്ടായിരിക്കണം. കേരളത്തിൽ 1,00,000 ഭവനങ്ങളൊക്കെ ഉടലെടുക്കുവാനൊക്കെ ഇടയായി തീർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാവണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമുണ്ടാവണം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാവണം. സാധിക്കുമോ? എൻ്റെ ധാരണ ശരിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മളുടെ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നിന്ന് ഒരു വണ്ടി പുറപ്പെടുന്നുണ്ട്. എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാനായിട്ട്. ഭക്ഷണമില്ലാത്തതായുള്ള ആളുകൾ, വഴിയോരങ്ങളിലുള്ളവർ, ആശുപത്രി കിടക്കുന്നവർ, അങ്ങനെയൊക്കെ കിടക്കുന്നതായുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്കിൽ കൊടുക്കുവാനായിട്ടുണ്ട്. ദാരിദ്ര്യം ഉച്ചാരണം ചെയ്യുവാനായിട്ട് കഴിയണം. ഇന്ന് ഈ ലോകത്തെ പ്രയാസപ്പെടുന്നതായുള്ള 2 ഘടകങ്ങളാണ് ഇല്ലിറ്ററസി ആൻഡ് പോവർട്ടി. ഈ VD സതീശൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഈ 2 കാര്യങ്ങൾ തുടച്ചു മായ്ക്കുവാനായിട്ട് കഴിയുന്നത് 2.5% മാത്രമുള്ള ക്രിസ്ത്യാനികളാണ്. They can do it. നമ്മൾ എന്നും പലതിനെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നതായുള്ള ജീവിതത്തിന് മാത്രമേ ഉത്തരം പറയുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ. നമ്മളെക്കാട്ടിലൊക്കെ സൗന്ദര്യം അവർക്കുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ ജീവിതം മനോഹരമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ കാരണമെന്നറിയാമോ? നല്ല സാരിയൊന്നും ഉടുത്തോണ്ടല്ല, വലിയ ചെയിനൊന്നും, ഗോൾഡ് ചെയിനൊന്നും കഴുത്തേൽ തൂക്കിയത് കൊണ്ടൊന്നുമല്ല. ഒരിക്കൽ മദർ തെരേസയുടെ ഭവനത്തിൻ്റെ വാതിൽക്കൽ ചെന്നതിൽ ആളുകൾ മുട്ടിയതിന് ശേഷം പറഞ്ഞു, ഇന്ന ചേരിയിലെ കുറേ ആളുകൾ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന കുറേ ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് അമ്മ ഉടനെ അവിടെ പോയി. അമ്മയുടെ ജോലി അതാണ്.
എന്നാൽ അവിടെ ചെന്ന് ഒരു വീട്ടിലെ ഒരു സ്ത്രീയെ വിളിച്ച് ഇറക്കിയതായിട്ടുള്ള അവസ്ഥയിൽ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്, ഈ ആഹാരം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ നിന്നുണ്ട് അവരോട് പറഞ്ഞു, അമ്മേ പോകരുത്, ഞാനിപ്പോൾ വരാം. അമ്മയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല എന്നായി ചെയ്യാൻ പോകുന്നത്. അവൾ പോയത് അവളുടെ വീട്ടിലേക്കല്ല, അയൽവക്കത്തെ വീട്ടിലേക്കാണ് പോയത്. മടങ്ങി വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായ കാര്യം എന്താണ്. കാരണം താൻ കൊടുത്തതായുള്ള പൊതിയിൽ പകുതിയില്ല. എന്തു പറ്റി? അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരെല്ലാം പട്ടിണിയാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഞങ്ങളോടൊപ്പം പട്ടിണിയിൽ കിടക്കുന്നതായുള്ള അയൽവക്കക്കാരെ എനിക്ക് കരുതുവാനായിട്ട് കഴിയില്ല. ഇപ്പം എങ്ങനെ ഈ ഭക്ഷണം കഴിക്കാനിടയാകുന്നത്? സീ ദ ഡിഫറൻസ്. അതുകൊണ്ട് അവർ മനോഹരമായിരിക്കുന്നത്. ദേ ആർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ദേ നോ ഹൗ ടു ഷെയർ ദ റിസോഴ്സസ്. നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ട്. ഇല്ലാഞ്ഞിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലെ അതുപോലും കൊടുക്കാനായിട്ട് മനസ്സില്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് വെള്ളം ചോദിച്ചാൽ ഉടനെ പറയാം, അവിടെ പൈപ്പുണ്ട്, പോയി തുറന്നാൽ വെള്ളം കിട്ടും, പോയി കുടിച്ചു. എന്നാണ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് ഒരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? നിൻ്റെ ദാരിദ്ര്യത്തെ, നിൻ്റെ വെള്ളം കിട്ടാനായിട്ടുള്ള ദാഹത്തെ ഞാൻ അറിയുന്നു എന്ന് പറയാനായിട്ട് കഴിയുന്നത്. അതാണ് ദൈവം നമ്മളിനെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന കർത്താവ് പറയുമ്പോൾ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കുന്നതിനായിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഭയത്തിൽ നിന്നും, നിങ്ങളുടെ ആകുല ചിന്തയിൽ നിന്നും, നിങ്ങളുടെ നിരാശയിൽ നിന്നൊക്കെ നിങ്ങളെ വിടുവിക്കുന്നതായുള്ള കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഈ കയ്യിലെ ആണിപ്പാടും ക്രൂശിലെ മരണമൊന്നും എന്നെ തളർത്തിയിട്ടില്ല, ഞാനതിനെ അതിജീവിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നതായുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിൽ നമുക്ക് ആങ്സൈറ്റി തരുന്നതായുള്ള കാര്യങ്ങൾ, വിചാരപ്പെടുവാനൊക്കെ ഇടയായിത്തീരുന്നതായുള്ള കാര്യങ്ങൾ, ഇനി എന്ത് എന്നത് അറിയാൻ പാടില്ലാത്തതായുള്ള സാഹചര്യങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. ഒരു നാളും നമ്മളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞതായുള്ള കർത്താവെ നമ്മോട് ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ് ജീവിതയാത്രയിൽ. അവനറിയാത്ത യാതൊരു യാതനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അവനോട് കൂടെ ഇതെല്ലാം സഹിക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. സഹനം അതുകൊണ്ട് ജീവിതത്തെ തളർത്തുന്നില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്ന് പറയുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളുകളല്ല, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതായുള്ള ആളുകളാണ്. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ആരോടെങ്കിലും നേരെ മുഖത്ത് നോക്കി സഹോദര സഹോദരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? അങ്ങനെയൊന്നും ഇല്ല. അതാ കുഴപ്പം. അപ്പോൾ കർത്താവ് നമ്മെ നോക്കി ചോദിക്കുക, നീ ക്രിസ്ത്യാനിയാണ്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെയല്ല ജീവിക്കേണ്ടത്, ലോകപ്രകാരമല്ല ജീവിക്കേണ്ടത്, മനുഷ്യൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമായല്ല ജീവിക്കേണ്ടത്. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ ഈ ലോകത്തെ പ്രവർത്തിക്കുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് സഹോദര, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പറയാനായിട്ടിടയാണ്. ദമസ്കോസിലേക്ക് പോയതായുള്ള ശൗല് താഴെ വീണ് കണ്ണ് കാണാൻ പാടില്ലാതെ കിടന്നതായുള്ള അവസരത്തിൽ ദൈവം അനന്യാസിനോട് പറയുന്നുണ്ട്, പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അനന്യാസ് ദൈവത്തോട് പറയുകയാണ്, അയ്യോ അവൻ അധികാരപത്രം കൊണ്ട് നടന്ന് ഞങ്ങളെല്ലാം കൊല്ലുന്നതായുള്ള മനുഷ്യനാണ്, അവനോട് അടുത്താണ് ഞാൻ പോയി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവത്തെ അനുസരിച്ചതായുള്ള അനന്യാസ് ശൗലിൻ്റെ അടുത്ത് എന്നതായുള്ള അവസ്ഥയിൽ പറയുന്നതായുള്ള വാക്ക്,
ശൗലേ സഹോദര എന്നതാണ്. ശൗലേ സഹോദര എന്നതാണ്. നീ എൻ്റെ സഹോദരനാണ്. കർത്താവിൽ സഹോദരന്മാരായിട്ടുള്ളവർ, സഹോദരിമാരായിട്ടുള്ളവർ അവരെ ഉൾക്കൊള്ളുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം എന്ന് ഓർപ്പിക്കുകയാണ്. കൃപയുടേതായ ശുശ്രൂഷ നമുക്ക് നൽകി. നീ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നു, അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് സംശയമില്ല. മോചിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ദൈവസ്ഥരാക്കി തീർക്കുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം. ഒന്ന്, ജീവിതത്തിൻ്റേതായുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, ദുരിതങ്ങൾ അത് ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല. അതിനെയൊക്കെ സഹിക്കുവാനായിട്ടുള്ള ശക്തി ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട്, നാം ഇവിടെ ഇരിക്കാനായിട്ടുള്ളവരല്ല, പിന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ടുള്ളവരാണ്. ആരും നശിച്ചു പോകരുത് എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുത്. അതുകൊണ്ട് വീണ്ടെടുപ്പിൻ്റേതായുള്ള ശുശ്രൂഷ, കടങ്ങൾ മോചിക്കപ്പെടുന്നതായുള്ള ശുശ്രൂഷ, പാപങ്ങൾ ക്ഷമിക്കുന്നതായുള്ള ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അതിനായിട്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. സമർപ്പിതമായിട്ടുള്ള ജീവിതം ദൈവത്തിന് പ്രസാദകരമായുള്ള ജീവിതമാകുന്നു എന്നത് മനസ്സിലാക്കുകയും ചെയ്യാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ഇന്ന് തിരുസന്നിധിയിൽ ചേർന്ന് വന്ന് നീ ഉയർത്തെഴുന്നേറ്റതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ചിന്തിപ്പാനൊക്കെയാണ് ഞങ്ങൾക്കിടയായല്ലോ. ഞങ്ങളെ ഭയത്തിൽ നിന്നും ആകുല ചിന്തകളിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള പരിഭ്രമജനകമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ വിടുവിക്കുന്നതായിട്ടുള്ള കർത്താവാകുന്നു. അവയൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് അഭിമുഖീകരിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതായിട്ടുള്ള ദൈവമാകുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ എപ്പോഴും അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ ഞങ്ങളുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുകയും പിതാവ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച പോലെ ഞാനും നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതല്ല കർത്താവാകുന്നുവല്ലോ. ജീവിതത്തിലെല്ലാം എപ്പോഴും ഓർത്തിരിക്കുവാൻ കൊണ്ടിടയാക്കണമേ. പുതിയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായുള്ള പുതിയ പുതിയ തലങ്ങൾ അവിടെയെല്ലാം തന്നെ ദൈവമക്കളായിട്ട് ജീവിച്ച് അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ചേർന്ന് നിൽക്കുന്ന ജനത്തെ എല്ലാം നീ അനുഗ്രഹിക്കണമേ. ഇടവയെ വാഴ്ത്തണമേ. സ്വർഗീയമായുള്ള നൽവരങ്ങൾക്ക് എല്ലാവരും നീ യോഗ്യതയും പാത്രതയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ.